ചേർത്തല ആനത്തറപ്പള്ളി ശുചിമുറി മാലിന്യ കേന്ദ്രം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ കാണുവാൻ സാധിച്ചത് ഇതിൻ്റെ DPR ചർച്ച ചെയ്യുന്ന വേളയിൽ തന്നെ ഞങ്ങൾ കൃത്യമായി പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ലറി സംസ്കരിക്കുന്നതിനും സ്ലറി സൂക്ഷിക്കുന്നതിനും ആവശ്യമായ സ്ഥല സൗകര്യങ്ങളോ ഇവിടെ ഇല്ല എന്ന് നമ്മൾ അക്കമിട്ട് നിർത്തിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വെള്ളം ശുചീകരിക്കുവാനും അത് കളയുന്നതിനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ്. DPRൻ്റെ ചർച്ചയിൽ അക്കമിട്ട് പറഞ്ഞതിന് മറുപടി പറയാൻ വേണ്ടി ഇവിടെ വന്നത് ശ്രീമാൻ MP രാജേഷ് മന്ത്രിയാണ്. MP രാജേഷ് എന്ന് പറഞ്ഞത് ഇതിന് യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ പ്രദേശമാകെ സ്ലറി നിറഞ്ഞ മാരകമായ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ മാറ്റുന്ന ഒരു സാഹചര്യം ഇതുകൊണ്ട് വരികയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ, അന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യമുണ്ട്, ഇത് ശരിയായ രീതിയിലല്ല ഇതിൻ്റെ പ്രവർത്തനം പോകുന്നതെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറി പോകേണ്ട, വീടും സ്ഥലവും വിറ്റ് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. ഇന്ന് ഇതിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലേക്കാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഈ സ്ലറി ഇന്ന് ആ റോഡ് വരെ വന്നിരിക്കുകയാണ്. നമുക്കിവിടെ നോക്കുമ്പോൾ പ്രത്യേക ക്യാൻസർ സെൻ്ററുണ്ട്, തുറന്നു കിടക്കുകയാണ്. ആ ക്യാൻസർ സെൻ്ററിൻ്റെ അവിടെയൊക്കെ സ്ലറി നിറഞ്ഞു കിടക്കുകയാണ്. ഇവിടുന്ന് ഉൾപ്പെടെ സ്ലറി മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. ഈ റോഡിലേക്ക് മാറുകയാണ് ഈ സ്ലറി. ഈ വെള്ളത്തിലൂടെ ഏതൊക്കെ സ്ഥലത്തൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്? മാരകമായ രീതിയിൽ നേഴ്സറി സ്കൂൾ മാരകമായ രീതിയിൽ ഈ നാട്ടിലേക്ക് ജലസ്രോതസ്സുകളിലേക്ക് സ്ലറി പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു നടപടി എടുക്കാൻ മുനിസിപ്പൽ അധികാരികൾ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഒരു നിമിഷം പോലും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. വരും ദിവസങ്ങളിൽ ഒരാഴ്ചക്ക് മുന്നോട്ട് പോകേണ്ട 3-4 ദിവസത്തിനുള്ളിൽ തന്നെ അതിശക്തമായി ഇവിടുത്തെ നാട്ടുകാർ ഇവിടെ തന്നെ ഉണ്ട്, നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകും. ആ പാർട്ടിയോടൊപ്പം UDFൻ്റെ മെമ്പർമാരുണ്ടാവും, പാർലമെൻറ്റ് പാർട്ടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇനി വരുന്ന എല്ലാ സമരങ്ങൾക്കും UDFൻ്റെ മെമ്പർമാരെല്ലാവരും മുൻപന്തിൽ നിന്നുകൊണ്ട്, ഇതൊരു ജനകീയ പ്രശ്നമാണ്. ജനങ്ങളുടെ ജീവിതത്തെ, അവരുടെ നാട്ടിൽ ജീവിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ, നല്ല ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഇത്തരം മാലിന്യ സംസ്കരണ രീതികൾക്കെതിരായിട്ടുള്ള പോരാട്ടം നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ തന്നെ ഒരു നാട് മുഴുവൻ ഈ സ്ലറി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വളരെ വളരെ പരിതാപകരമാണ്. ഇത്രയ്ക്ക് ഉദാസീനതയോടുകൂടി നോക്കുന്ന പൊതുജനങ്ങളെ കാണുന്ന ഒരു മുനിസിപ്പൽ ഭരണസമിതി ഈ നാടിന് അവമാനമാണ്. അവരെത്രയും വേഗം രാജിവെച്ച് പോകണം. മന്ത്രി MP രാജേഷാനോട് വന്നു പറഞ്ഞത് നിങ്ങളുടെ ആശങ്കകൾക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്ന് പറഞ്ഞ മന്ത്രി അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് വേണ്ട ചർച്ചകൾ നടത്തി അടിയന്തര തീരുമാനങ്ങൾ എടുക്കുവാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം എന്നുള്ളതല്ല. വരും ദിവസങ്ങളിൽ വ്യക്തമായ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് നാട്ടുകാർ ഇവിടെ മുൻപന്തിയിലുണ്ടാകും. അതിനൊപ്പം ഞങ്ങളും ഉണ്ടാവുന്ന ഈ അവസരത്തിൽ പറഞ്ഞു. ചേർത്തല ആനത്തറപ്പള്ളി ശുചിമുറി മാലിന്യ കേന്ദ്രം UDF പാർലമെന്ററി പാർട്ടി പ്രതിനിധി സംഘം സന്ദർശിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വ്യാപകമായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് സംഘം സന്ദർശനം നടത്തിയത്. പാർലമെന്റ് പാർട്ടി ലീഡർ മാത്യു കൊല്ലലിൽ, മണ്ഡലം പ്രസിഡന്റ് TT സാജു, PJ തോമസ്, ജയകൃഷ്ണൻ മരുത്തോർവട്ടം, ജോസി പുന്നക്കൽ, സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 2 വർഷം മുമ്പ് തുടങ്ങിയ സമയത്ത് ഇതെല്ലാം ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് പൊതുജനങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പമുണ്ടാകാത്ത രീതി ഉണ്ടാകുമെന്നാണ് മന്ത്രി ഉറപ്പ് കൊടുത്തത്. പക്ഷേ ആ ഉറപ്പൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഈ വെള്ളം ഇവിടുന്ന് സ്ലറിയുടെ വെള്ളം ഒഴുകിയിട്ട് നമ്മളെ തെക്കേ തോട്ടിലേക്ക് പോയിട്ട് മരുത്തോരട്ടം തോടിൻ്റെ കൈവഴിയായ തോട്ടിൽ വരും. അതായത് വക്കച്ചൻ്റെ കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മധുരത്തിൻ്റെ അവിടെ നിന്ന് അവിടെ ഒരു കടയുണ്ടല്ലോ, അവിടെ ആ തോടിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത്രയും രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഭൂഗർഭ ജലത്തിലേക്ക് ഇറങ്ങി നമുക്ക് ജലസ്രോതസ് കറക്റ്റായിട്ട് മലിനമായി നമുക്ക് അലക്കാനും കുളിക്കാനും എല്ലാത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെക്കുന്ന വെള്ളം കംപ്ലീറ്റ് പോകും. എപ്പോഴും ഇവിടെ ജപ്പാൻ വെള്ളം കിട്ടാറില്ല. അപ്പോൾ ഇത് മാരകമായ രോഗങ്ങളുണ്ടാക്കാൻ ഇതില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തൽക്കാലം ഇതിൻ്റെ കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, അതായത് ഇതിപ്പോൾ തുടങ്ങിപ്പോയി ഇവിടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇവിടെ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന.